ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. ഒരു സൺഡേ സ്പെഷ്യൽ ബിരിയാണി എന്നൊക്കെ പറയാം. നമ്മുടെ സൂഫിയാനി ബിരിയാണി, ബിരിയാണികൾ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു നമ്മുടേതല്ലാത്ത ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മുടെ സൂഫിയാനി ബിരിയാണി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പം നിങ്ങളിത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ സാധാരണ മട്ടൺ വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ ബീഫ് വെച്ചിട്ടാണ്. അപ്പം നല്ല ബീഫ് നോക്കിയിട്ട് വാങ്ങിക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ സ്പൈസസ്, അതായത് നമ്മുടെ ഡ്രൈ ഫ്രൈ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. വട്ട കറിയാകുമ്പോൾ പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഉപ്പൊന്നും കൂടിപ്പോവാതെ നോക്കുക. ബീഫ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബീഫ് നോക്കിയിട്ട്, എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ. ഇച്ചിരി നെയ്യൊക്കെ ഇരുന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് അവിടെ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൂഫിയാനി ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നെയ്യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ഓയിലോ എണ്ണയോ യൂസ് ചെയ്യുന്നില്ല. നെയ്യൊന്ന് നന്നായിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതായത് പട്ട, ബേ ലീഫ്, ഏലക്ക അതുപോലത്തെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ പോയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്ത ഏത് ഇതിലാണോ അരി എടുത്തേക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം, അതായത് നമ്മൾ സാധാരണ റൈസ് ഉണ്ടാക്കുന്നത് പോലെയല്ല. നമ്മളിപ്പോൾ സാധാരണ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിക്കുന്നത്. ഇത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ 2 പാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതലായിട്ട് വെന്ത് പോകത്തില്ല, അതാണ് പറഞ്ഞത്. വെള്ളം ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് നേരിതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്, അതായത് നമ്മൾ ഒഴിച്ച വെള്ളത്തിന് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാത്രത്തിൽ ഞാൻ റൈസ് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് സവാള, ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. തക്കാളി ഇല്ല, മല്ലിയില ഇല്ല, ഒന്നുമില്ല. കൂടുതൽ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. സവാള ഒന്ന് സ്ലൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നേരെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് അതും ഒന്നൊരു മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരും. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ, അത് ഒരു 1/4 ബൗൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ കാഷ്യൂ ബദാമും അരച്ചതും കൂടെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചതാണ് കേട്ടോ. അതും കൂടി ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിനെന്തുമാത്രം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നും ഇച്ചിരി മാറ്റി, ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാത്തിലും ഒന്ന് മസാലയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. പിന്നീട് നമ്മൾ ഇതിന് എരിവിനായിട്ട് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ 2 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത്രയും നമ്മൾ പൊടികൾ ചേർക്കുന്നുള്ളൂ. ഉപ്പ് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ബീഫിനും റൈസിലും ഒക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെന്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ ആ ക്രീമിൻ്റെ ടേസ്റ്റും തൈരിൻ്റെയും സവാളയുടെ ഒക്കെ ടേസ്റ്റ് ഇതിൽ പിടിക്കണമല്ലോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മീഡിയത്തിൽ, ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. അതായത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്കിത് ദമ്മിടാനായിട്ട്. ഇപ്പം നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി എടുത്തിട്ട്, ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ ആ ഫ്രഷ് ക്രീമും നമ്മുടെ കാഷ്യൂ ബദാമൊക്കെ ഇട്ടുന്ന ഇതിന് നമ്മൾ എന്നിട്ട് ഒരു ഇച്ചിരി മസാല എടുത്തിട്ട് മാറ്റിയിട്ട് ബാക്കിയിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലും ഒരുപാട് ഗ്രേവി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ റൈസ് ഇനിയും കുക്കാവാനുണ്ടല്ലോ, അപ്പോൾ അത് ബാലൻസ് ആയിക്കോളുക. റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂവിൻ്റെ പേസ്റ്റും കാഷ്യൂ ബദാമിൻ്റെ പേസ്റ്റും കുറച്ച് ഫ്രഷ് ക്രീം, അതായത് 1 ടീസ്പൂണും ഫ്രഷ് ക്രീമും അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി നെയ്യും കുറച്ച് റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ ഓപ്ഷനിലാണ്. എന്നിട്ടൊന്ന് ഒരു സിമ്മിൽ, ഏറ്റവും ചെറിയ സ്റ്റൗ ഏതാണോ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡൂപ്പർ സൂഫിയാനി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ വെരി ടേസ്റ്റിയാണ് കേട്ടോ, വെറുതെ പറയണല്ല, വെരി ടേസ്റ്റി. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ ദമ്മ് തുറന്ന് ഒന്ന് ചോറ് മൊത്തത്തിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പം ബീഫൊക്കെ നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. ചൂട് കാരണം എനിക്ക് തൊടാൻ പറ്റണില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് കാണിക്കാം. നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നത് മെയിനായിട്ട് മയണൈസിൻ്റെ കൂടെ ഒക്കെയാണ്. നമുക്കത് പോരാ എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഒരു ടൊമാറ്റോ എന്തെങ്കിലുമൊക്കെ പിക്കിളോ ചേർത്തിട്ട് കഴിക്കാം. കണ്ടോ നല്ല ചൂടാണ്, ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.